ചില പ്രത്യേക മാധ്യമങ്ങളുടെ ചൂണ്ടയിൽ കുരുക്കുവാൻ വിധിക്കപ്പെട്ട മീനുകളെ പോലെയാണ് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കോൺഗ്രസ് തന്നെ അധികാരത്തിലെത്തുമെന്ന വാർത്തകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ കോൺഗ്രസിന് ആദ്യ ചൂണ്ട ഇപ്പറഞ്ഞ ചില മാധ്യമങ്ങൾ ഇട്ടുകൊടുക്കുന്നു. അതായത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിൽ ഒളിപ്പോര് നടക്കുന്നു എന്ന വാർത്ത. അതിൽ കോൺഗ്രസ് കൃത്യമായി പിടിക്കുന്നു. പിന്നീട് അതിനെ ചൊല്ലി കശപിശയും വർത്തമാനങ്ങളും. അത് കോൺഗ്രസിൻ്റെ ആദ്യത്തെ മുഖച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. പിന്നീട് കേരളത്തിൻ്റെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യം. രമേശ് ചെന്നിത്തലയ്ക്ക് NSSൻ്റെയും SNDPയുടെയും ഒക്കെ പിന്തുണയുണ്ടെന്നും വി ഡി സതീശൻ്റെ ഒരു വിഭാഗവും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അലമുറയിടുന്നുവെന്നും KC വേണുഗോപാലിനെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കിയ മുഖ്യമന്ത്രിയാക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് പിന്നാലെയും കൂടി കോൺഗ്രസ്സുകാർ. പിന്നീട് ശശി തരൂർ വിഷയം, കെ സുധാകരൻ വിഷയം, അങ്ങനെ ഓരോന്നോരോന്നായി കോൺഗ്രസ് ചില പ്രത്യേക മാധ്യമങ്ങളുടെ ചൂണ്ടയ്ക്ക് മുൻപിലേ ഇരയായി മാറുകയായിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്കാർ തമ്മിൽ ഊതിപ്പെരിപ്പിച്ചത് കൊണ്ട് ഹൈക്കമാൻഡിന് ഇടപെടേണ്ടി വരുന്നു. ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം നടന്നത് ഒരു വലിയ മാറ്റമായിരുന്നു. കടിപിടികളും കോലാഹലങ്ങൾക്കും ഒക്കെ ശേഷമായിരിക്കും കേരളത്തിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ വിമാനത്തിൽ ഇറങ്ങുക എന്ന് ധരിച്ചവർക്ക് അപ്പാടെ തെറ്റി. വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന സ്തോഭജനകമായ വാർത്തകൾ വന്നുകൊണ്ടിരുന്ന ഡൽഹിയിലെ ഹൈക്കമാൻഡുമായുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ നിന്ന് പുറത്തു വരുന്നത് ഐക്യകാഹളമാണ്. അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനും കേരളത്തിലെ ഇടതുഭരണത്തിന് അന്ത്യം കുറിക്കുവാനും തീരുമാനിച്ചാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ യോഗം അവസാനിച്ചത്. ഒറ്റക്കെട്ടായി നിന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ വിജയം നേടാൻ കഴിയുമെന്ന രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നേതാക്കൾ ഐക്യസൂക്തം മുഴക്കിയത്. കേരളത്തിൽ പാർട്ടിക്ക് മികച്ച നേതാക്കളും സംഘടനാ ശേഷിയുമുണ്ട് എന്ന ബോധ്യം കോൺഗ്രസിന് വന്നിരിക്കുന്നു. എന്നാൽ നേതാക്കൾക്കിടയിലെ അനൈക്യം പാർട്ടിയുടെ സാധ്യതകൾക്ക് ദോഷകരമാണ് എന്നതും ഏറ്റവും പ്രധാനമാണ്. ഭിന്നിപ്പ് പരസ്യമാക്കുന്നത് പാർട്ടി സാധ്യതകളെ സാരമായി ബാധിക്കുമെന്നും രാഹുൽ ഗാന്ധി നേതാക്കളോട് തുറന്നു പറഞ്ഞു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എന്തും വിളിച്ചു പറയുന്ന സ്ഥിതി അനുവദിക്കില്ലെന്ന കർശന തീരുമാനവും ഡൽഹി യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഇക്കാര്യം ഹൈക്കമാൻഡിന്റെ ഭാഗമായ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണത്തിലുണ്ട്. ഐക്യത്തിന്റെ സന്ദേശം നൽകുന്ന യോഗമായിരുന്നു നടന്നത്. കാലത്തിന്റെ ആവശ്യം മനസ്സിലാക്കി കേരളത്തിൽ മുൻപോട്ട് പോകും. ജനവിരുദ്ധ സർക്കാരിനെ താഴെയിറക്കുക തന്നെ ചെയ്യുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പറയുവാൻ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകില്ലെന്നും ഹൈക്കമാൻഡ് ഇക്കാര്യം കർശനമായി നിരീക്ഷിക്കുമെന്നും KC വേണുഗോപാൽ അറിയിക്കുകയും ചെയ്തു. നേതൃമാറ്റമായിരുന്നില്ല ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ അജണ്ടയെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. യോഗത്തിൽ പാർട്ടിയുടെ പുനഃസംഘടനാ ചർച്ചയായിട്ടില്ല. നേതൃമാറ്റം തൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. എന്നാൽ ജില്ലാതലത്തിൽ വൈകാതെ മാറ്റമുണ്ടാകുമെന്നും ചിലരെ കൂടി ഉൾപ്പെടുത്താനുണ്ടെന്നും ദീപാദാസ് മുൻഷി അറിയിക്കുകയും ചെയ്തു. മാധ്യമങ്ങൾക്ക് മുന്നിൽ പാർട്ടിയുടെ ഉത്തമ താൽപ്പര്യം കണക്കിലെടുക്കാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ ആർക്കും അനുവാദം ഉണ്ടാകില്ലെന്ന് ദീപാദാസ് മുൻഷിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേതാക്കൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു നിയന്ത്രണവും വെച്ചിട്ടില്ല. പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായി ആര് സംസാരിച്ചാലും നടപടി ഉണ്ടാകും. ശശി തരൂർ തിരുത്തൽ നടത്തിയിട്ടുണ്ട്. ശശി തരൂരിൻ്റെ മാത്രമല്ല വിഷയം. പാർട്ടി നിലപാടിന് വിരുദ്ധമായി ആര് പ്രതികരിച്ചാലും കടുത്ത നടപടി ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ പാർട്ടിയുടെ ലക്ഷ്യങ്ങളിലൂന്നി പ്രവർത്തിക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിയുടെ ഐക്യത്തിനായി എന്ത് സഹകരണത്തിനും തയ്യാറാണെന്നും വ്യക്തമാക്കി. സതീശനെ പിന്തുണച്ചാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനും സംസാരിച്ചത്. സതീശൻ പറഞ്ഞത് തന്നെയാണ് തൻ്റെയും അഭിപ്രായമെന്നും പരസ്പരം കുറ്റപ്പെടുത്തലുകളും പരസ്യ പ്രതികരണവും ഒഴിവാക്കണമെന്നത് യോഗത്തിലെ കൂട്ടായ തീരുമാനമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. നേതൃമാറ്റമല്ല ഭരണമാറ്റമാണ് ചർച്ചയാകേണ്ടതെന്ന് രമേശ് ചെന്നിത്തലയും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. വളരെ വിജയകരമായ യോഗമായിരുന്നു. നേതൃമാറ്റമൊന്നും ചർച്ചയായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയിക്കുവാൻ ആവശ്യമായ നിർദ്ദേശമാണ് ഉണ്ടായത്. കേരളത്തിലെ പാർട്ടി ഒറ്റക്കെട്ടായി തന്നെ മുൻപോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങൾക്ക് മുന്നിൽ പാർട്ടിക്ക് ഹാനികരമായ പ്രതികരണം നടത്തിയാൽ
നടപടി ഉണ്ടാകുമെന്ന തീരുമാനം രമേശ് ചെന്നിത്തലയും വെളിപ്പെടുത്തി. മാധ്യമങ്ങളെ കാണുന്നതിൽ ഒന്നും പാർട്ടിക്കെതിരില്ല. മാധ്യമങ്ങളെ കാണുമ്പോൾ പാർട്ടി ലൈനിൽ അനുസരിച്ച് സംസാരിക്കണമെന്നാണ് ചെന്നിത്തലയുടെ പ്രതികരണം. നേതൃമാറ്റമല്ല, തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു പ്രധാന ചർച്ച. അടുത്ത തവണ ഭരണത്തിൽ വരുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കുമെന്ന UDF കൺവീനർ MM ഹസനും പ്രതികരിച്ചു. പാർട്ടി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, റോജി M ജോൺ തുടങ്ങിയ നേതാക്കളും നേതൃമാറ്റമല്ല, തെരഞ്ഞെടുപ്പായിരുന്നു ചർച്ചാ വിഷയമെന്നാണ് ഒരേ സ്വരത്തിൽ പ്രതികരിച്ചത്. കേരളത്തിലെ കോൺഗ്രസിന് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് സ്വയം ബോധ്യപ്പെട്ടാണ് ഓരോ നേതാക്കളും യോഗത്തിൽ നിന്ന് പുറത്തു വന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവിക്ക് ശുഭോദർക്കമായ തീരുമാനമാണിത്. തെരഞ്ഞെടുപ്പിലെ UDFന്റെ സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്കപ്പെട്ടിരുന്ന ഘടകകക്ഷികൾക്കും ആശ്വാസം പകരുന്ന വാർത്ത കൂടിയാണ് ഇത്. എന്തായാലും ഇതുവരെ ഒരു ഇരയായി കഴിഞ്ഞ കോൺഗ്രസ് ഇനി വിജയത്തിന്റെ പാതയിലേക്ക് ചുവടെടുത്തു വെക്കുന്നു എന്ന വാർത്തയാണ് ഹൈക്കമാൻഡുമായുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചർച്ചയുടെ അന്തിമ വിധിയായി പുറത്തു വരുന്നത്. ഒരു കാലഘട്ടങ്ങളിൽ ഹൈക്കമാൻഡിനെ യാതൊരു വിലയും കൽപ്പിക്കാതെ മുൻപോട്ട് പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കോൺഗ്രസിന്. ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ചൊൽപ്പടിക്കനുസരിച്ച് മുൻപോട്ട് പോകുന്ന ആ പ്രാചീന പഴയ കാലത്തിലേക്ക് കോൺഗ്രസ് ചുവട് ഉറപ്പിച്ചിരിക്കുന്നു. VD സതീശന്റെ ആദ്യ തീരുമാനം, പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ താൻ സന്നദ്ധനാണെന്ന് അറിയിച്ച ഏറ്റവും മികച്ച നേതാവിന് വേണ്ട ഏറ്റവും കരുത്താർന്ന തീരുമാനം, അതെടുത്തതോടുകൂടി മറ്റ് നേതാക്കന്മാരും അതിന് പിന്നാലെ കൈയുറച്ച് മനസ്സുറച്ച് മുൻപോട്ട് തന്നെ പോയി. ഇനി കോൺഗ്രസിന് സുവർണ കാലഘട്ടമാണ് എന്നതിൻ്റെ ശുഭപ്രതീക്ഷ പുറത്തു വരിക തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.